ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ അങ്ങനെ ഒരു മതവുമായി ബന്ധപ്പെട്ട പരിപാടി നടത്തേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ഈ സംഗമത്തിന്റെ പ്രഖ്യാപന സമയത്ത് തന്നെ വന്നതാണ്. പക്ഷേ സർക്കാർ പറയുന്നു അത് ദേവസ്വം ബോർഡാണ് നടത്തുന്നത്. ദേവസ്വം ബോർഡിന് ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കേണ്ടതുണ്ട് എന്ന പ്രഖ്യാപനവുമായി നടത്തുന്നു. അതിൽ നമുക്ക് തർക്കിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് നേരത്തെ ഒക്കെ ആ കാര്യങ്ങൾ മറ്റു പാനലിസ്റ്റുകൾ ഉന്നയിച്ചപ്പോൾ ഞാനും ആ കാര്യത്തിലൊരു അഭിപ്രായം സർക്കാരിൻ്റെത് ഇതാണല്ലോ എന്ന തരത്തിലുള്ള കാര്യം പറഞ്ഞത്. പക്ഷേ അവിടെ വന്ന് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന മുഖ്യാതിഥിയായി തന്നെ പങ്കെടുക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം വന്ന് ഇത്രയും നേരമാകുമ്പോൾ ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചു. ഗോവിന്ദൻ മാഷ് അടക്കം സംസാരിച്ചു. അപ്പോഴൊക്കെ മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭക്തി സംസ്ഥാനത്തൊരു സംസാര വിഷയമാക്കേണ്ട സാഹചര്യം പാർട്ടിക്കുണ്ടോ? അല്ല, മാധു ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഒരുപാട് അതിൻ്റെ അർത്ഥതലങ്ങൾ ഒരുപാടുണ്ട്. ഇതിനാൽ എനിക്ക് ഒരു കാര്യം പ്രധാനമായും പറയാനുള്ളത്, ശബരിമല സ്വാമി അയ്യപ്പൻ ലോകമെമ്പാടുമുള്ള ഭാരതീയരുടെ, വിശിഷ്യ ഹിന്ദു സമുദായ അംഗങ്ങളുടെ, ദൈവവിശ്വാസമുള്ളവരുടെ മനസ്സിലെ ഒരു വികാരമാണ്. അതിൽ ശബരിമല പ്രത്യേകിച്ചും മലയാളികളെ സംബന്ധിച്ചിടത്തോളം, സൗത്ത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അറിയാം. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. എന്നാൽ ശബരിമല ഇവിടെ എന്നോടൊപ്പമുള്ളൊരു പാനലിസ്റ്റ് സൂചിപ്പിച്ചതുപോലെ ശബരിമലയിൽ ധാരാളം ആളുകൾ വരുന്നുണ്ട്. ആളുകൾ ഓരോ ദിവസം ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അടിസ്ഥാന സൗകര്യ വികസനം അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത് എല്ലാ ഭക്തരുടെയും ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഒരു ആവശ്യമാണ്. അത് നടപ്പാക്കേണ്ടത്, അതിൽ നടപ്പാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഒരേ ഒരു ലക്ഷ്യം ശബരിമല വികസനം, അല്ലെങ്കിൽ ശബരിമല അടിസ്ഥാന വികസനം എന്നുള്ളതാകണം. അതിനുവേണ്ടി എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമ്പോൾ ആ നടപടികളെ കണ്ണടച്ച് എതിർക്കേണ്ട കാര്യമില്ല എന്നുള്ള അഭിപ്രായക്കാർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഒരു നെല്ലും പതിരും തമ്മിൽ തിരിച്ചെടുക്കുന്നത് പോലെ പതിര് മാറ്റി ആ നെല്ല് മാത്രം എടുക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിലെ നല്ല വശങ്ങൾ ഇതിൽ സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കിയതിൽ തെറ്റൊന്നുമില്ല. കാരണം അതാണ് ഞാൻ പറഞ്ഞ ചോദ്യത്തിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നത്. കാരണം ദേവസ്വം ബോർഡ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു. നമുക്കറിയാം, നേരത്തെ ദേവസ്വം ബോർഡ് മാത്രമായിരുന്നു പവേഴ്സ് ഉണ്ടായിരുന്നത്. ദേവസ്വം ബോർഡ് കാലാകാലങ്ങളിലെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിരുന്നു. അന്നൊക്കെ ഒരു സമുദായത്തിന് മാത്രം വീതം വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം. അതെല്ലാം കേരളത്തിൻ്റെ ചരിത്രം അറിയാവുന്നവർക്കറിയാം. ദേവസ്വം ബോർഡ് ഉണ്ടായതിനു ശേഷം ഒരു സമുദായത്തിൻ്റെ ആളുകൾ മാത്രമേ അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ളൂ. അതിനുശേഷം മാറ്റമുണ്ടായത് കേരള സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ശ്രീ ബാബു അവറുകൾ ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായതിനു ശേഷമാണ്. അപ്പോൾ അത്തരത്തിൽ ദേവസ്വം ബോർഡ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നുള്ളത് മാറിയത് ശ്രീ ജി സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോഴാണ്. ദേവസ്വം ബോർഡിൻ്റെ അത്തരത്തിലുള്ള ഏകപക്ഷീയമായ അധികാരങ്ങൾ എടുത്തു കളയുകയും പിന്നെ ഹൈക്കോടതി അതിലിടപെടുകയും ഇപ്പോൾ ഇത്ര ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ പെർമിഷൻ വേണമെന്നും ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ച് വരികയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വിഷയങ്ങൾ തന്നെയാണല്ലോ ശ്രീ പ്രിയദർശൻ തമ്പി ചർച്ച ചെയ്തത്. പക്ഷേ ഇതിനുശേഷം ഉരുത്തിരിഞ്ഞ സാഹചര്യമാണ് ഇത് തന്നെ ഉണ്ടാകുമെന്നാണ് തുടക്കത്തിൽ മുതൽ ഉണ്ടായിരുന്ന ചില വിമർശനങ്ങളും അഭിപ്രായങ്ങളും എല്ലാം. ഒരു സർക്കാർ അതിന് നേതൃത്വം നൽകുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ അതിൽ പങ്കെടുക്കുമ്പോൾ, ഉദ്ഘാടകരാകുമ്പോൾ ഒക്കെ പിന്നീട് വരുന്ന പരാമർശങ്ങളും പിന്നീടുണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും കൂടി ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് അത് വളരെ വ്യക്തമായതിനു ശേഷം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അങ്ങ് കാണുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിപ്രായങ്ങളെയൊന്നും, അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളെയൊന്നും ഇവിടെ വ്യക്തിപരമായി യോജിപ്പുള്ള ആളല്ല ഞാൻ. കാരണം അദ്ദേഹം പല അവസരങ്ങളിലും പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി തന്നെ ഈ ഒരു ചോദ്യത്തെ അഡ്രസ്സ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനത് ടെലിവിഷനിൽ കണ്ടതാണ്. അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ സംഗമം ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ സംഗമം ഈ അവസരത്തിൽ നടത്തുന്നതിന് എന്നുള്ളതിന് അദ്ദേഹം മറുപടിയും പറഞ്ഞിട്ടുണ്ട്. കാരണം ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു പന്ഥാവിൽ കൂടി നമ്മൾ പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ട ദൗത്യം സർക്കാരുകൾക്കുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അങ്ങനെയുള്ള ദൗത്യം ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പദ്ധതികൾ അവിടെ അവതരിപ്പിക്കപ്പെടുകയും അത് ചർച്ച ചെയ്യുകയും അതിനൊരു തുടർ നടപടികൾ ഉണ്ടാകുകയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ തുടർ നടപടികൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള സമയം പോലും ആയിട്ടില്ല. ഈ സംഗമം നടക്കുന്നതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ ഇതിനെ ഇത്രയേറെ വിമർശിക്കപ്പെടാൻ
എന്താണ് ഇതിന് പിന്നിലുള്ളതെന്ന് നമുക്ക് എത്ര ആലോചിച്ചാലും മനസ്സിലാകുന്നില്ല. കാരണം അതിൽ രാഷ്ട്രീയമില്ല ഉണ്ടാകാം. നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയം സ്വാഭാവികമായും ഉണ്ടാകും. ഉണ്ടായി വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഉണ്ടായ 2 വിമർശനങ്ങൾ എന്ന് പറയുന്നത് 7 കോടി രൂപയോളം ചെലവിട്ട് നടത്തിയ ഒരു സംഗമത്തിൽ ആവശ്യത്തിന് പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. ഈ ചർച്ചകളടക്കം അഭിപ്രായ സമാഹരണമാണ് ലക്ഷ്യമെങ്കിൽ ആ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ആളുകൾ അവിടെ ആവശ്യത്തിനുണ്ടായിരുന്നില്ല എന്നൊരു വിമർശനമാണ് ഒന്ന് അവിടെ ഉണ്ടായത്. രണ്ടാമത് അവിടെ വന്നതിന് ശേഷം അവിടെ ഞങ്ങളെല്ലാവരും ഭക്തരാണ്, കമ്മ്യൂണിസ്റ്റുകാരാകെ ഭക്തരാണ് എന്ന ഒരു പ്രഖ്യാപനം ഒരു സമുദായ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. അതായത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു ഭക്തനാണ് എന്ന ഒരു വിഭാഗത്തോട്, ഇപ്പോൾ ഭക്തനാണ് എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭക്തൻ എന്നുള്ളത് തന്നെയാണല്ലോ അദ്ദേഹം എടുത്തു പറയുന്നത്. അയ്യപ്പന്റെ ഭക്തൻ എന്ന് തന്നെയാണല്ലോ എടുത്തു പറയുന്നത്. അപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു അയ്യപ്പ ഭക്തനാണ് എന്ന് അദ്ദേഹം വിളംബരം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന് CPM ഈ പോയ മണിക്കൂറുകളിൽ എവിടെയും തോന്നുന്നില്ല എന്നുള്ളതും കൂടിയാണ്. അങ്ങനെ തിരുത്താൻ കഴിയില്ല. അത് വലിയ വിവാദങ്ങളായി പരിണമിക്കും. ഒരു പക്ഷേ അവഗണിച്ചു വിടുകയായിരിക്കും. ഇതേ വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന ചടങ്ങിൽ പോയി മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം നവോത്ഥാനത്തിന് നൽകിയ സംഭാവനകളും അദ്ദേഹത്തെ മാധ്യമങ്ങൾ തെറ്റിദ്ധരിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നതിന്റെ തെറ്റായ രീതിയും അദ്ദേഹം കുമാരനാശാൻ നൽകിയതിനപ്പുറത്തേക്കുള്ള സംഭാവനകൾ നൽകിയ ഒരാളാണ് എന്നതടക്കമുള്ള പട്ടവും ഒക്കെയാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഈ പരിപാടി കേരളം ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അദ്ദേഹം പല അവസരങ്ങളിലും പല ആളുകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും അല്ലാതെ രേഖപ്പെടുത്തുന്ന ആളാണ്. നമുക്കറിയാം നമ്മുടെ പൊതുസമൂഹത്തിൽ അദ്ദേഹം ആളുകളെക്കുറിച്ച്, പല നേതാക്കന്മാരെക്കുറിച്ച്, മഹാരഥന്മാരായ ആളുകളെക്കുറിച്ച്, അല്ലാത്തവരെക്കുറിച്ച് ഒക്കെ മോശപ്പെട്ട അഭിപ്രായങ്ങൾ ചിലപ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തും, നല്ല അഭിപ്രായങ്ങൾ ചിലപ്പോൾ രേഖപ്പെടുത്തും. അദ്ദേഹം അതെല്ലാം രേഖപ്പെടുത്തുന്ന ആളാണ്. അതിനെക്കുറിച്ച് പാർട്ടിയാണ് മറുപടി പറയേണ്ടത്. പറയേണ്ട അവസരത്തിൽ പറയുന്നത് തന്നെയാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന അതേ അവസരത്തിൽ തന്നെ അദ്ദേഹം കുറേയേറെ നാളുകളായി, ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 25 വർഷത്തോളം കാലമായി SNDP യൂണിയൻ ജനറൽ സെക്രട്ടറിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും അംഗബലത്തിലും അല്ലാതെയും തന്നെ ഏറ്റവും പ്രബലമായ ഒരു സമുദായത്തിൻ്റെ, ഒരു SNDP ചരിത്രമുള്ള ഒരു സമുദായത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി അജയ്യനായി. കാരണം കുറേ നാളുകളായി അദ്ദേഹത്തിനെതിരെ പലരും മത്സരിച്ചു. അജയ്യനെ അദ്ദേഹം നിലകൊള്ളുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ റെക്കോർഡാണ്. അദ്ദേഹം ഇരുന്ന ഈ പോസ്റ്റിൽ ഇതിനു മുമ്പ് ഇത്രയും കാലയളവ് SNDPയുടെ ചരിത്രത്തിൽ കേരളത്തിൽ ആരും ഇരുന്നിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ഏറ്റവും പ്രബലമായ SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചടങ്ങിൽ, വാർഷിക ചടങ്ങിൽ മന്ത്രിമാർ പോകും, മുഖ്യമന്ത്രി പോകും. അത് കോംപ്ലിമെൻ്റ് ചെയ്യും. അത് സ്വാഭാവികമാണ്. അതിൽ നമ്മൾ മറ്റെന്തെങ്കിലും വിചാരിക്കേണ്ട കാര്യമില്ല. അത് വളരെ സ്വാഭാവികമാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ കേരളത്തിൽ കത്തി നിന്നിരുന്ന വിവാദങ്ങളും വെള്ളാപ്പള്ളിയുടെ തന്നെ വിവാദമായ പരാമർശങ്ങളും ഒക്കെ ഉണ്ടായി. വെള്ളാപ്പള്ളി നടേശൻ തന്നെ വിവാദമായ പരാമർശങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി അന്ന് അവിടെ പോയി അത് പറഞ്ഞത് എന്നതും ശ്രദ്ധേയമാണ്. അല്ല, അത് പറഞ്ഞത് അദ്ദേഹത്തിന് നമുക്കറിയാമല്ലോ. ഞാനതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിക്ക് മറ്റ് ഡീമെറിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം വഹിക്കുന്ന പദവി, അദ്ദേഹം ഇത്രയും കാലം വഹിക്കുന്ന പദവി, ആ റെക്കോർഡ്, ആ പദവിയുടെ മഹത്വം നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് പല രാഷ്ട്രീയ പ്രവർത്തകർ, നമുക്കറിയാം, ഈ പറയുന്ന മുഖ്യമന്ത്രി പോയി എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം വളരെ ഹീനമായ ഭാഷയിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരെയും വിമർശിച്ചിട്ട് അവർ പോലും മറുപടി പറയാൻ തയ്യാറാകുന്നില്ലല്ലോ. അതേ പ്രിവിലേജ് അദ്ദേഹത്തിന് കൊടുക്കുന്നതാണ്. വെള്ളാപ്പള്ളി നടേശൻ ഉണ്ട് എന്ന് കൃത്യമായി CPM തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ തന്നെ, നേരത്തെ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറഞ്ഞതുപോലെയും വേറെ വാഹനമില്ലാഞ്ഞിട്ടോ വാഹനത്തിൽ കയറാൻ കൊതിയുണ്ടായിട്ടോ ഒന്നുമല്ല, മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ തന്നെ കൊണ്ടുവരികയും മുഖ്യമന്ത്രിയുടെ ഈ ശബരിമലയോടുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ തന്നെ തുറന്ന പ്രസ്താവന ഉണ്ടാവുകയും CPM അതിൽ ഒരു വിശദീകരണവും തരാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ആ പ്രിവിലേജ് കൊണ്ടാണ്. ഒരു വലിയ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരൊറ്റയാൾ എന്നുള്ള പ്രിവിലേജ് കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഞാനും അങ്ങനെ തന്നെയാണോ എന്ന് അങ്ങയോട് ചോദ്യമായി ചോദിച്ചത്.